നമസ്കാരം. നഗരത്തെ നടുക്കിയ ഒരു ക്രൂരതയുടെ പച്ചയായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിയമം സംരക്ഷിക്കേണ്ട പോലീസ് സ്റ്റേഷൻ എങ്ങനെ ഒരു ഗുണ്ടാതാവളമായി മാറുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഷൈമോൾ എന്ന വീട്ടമ്മയ്ക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം. പോലീസ് ക്രൂരതയുടെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും സത്യം ആ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഷൈമോളുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ കേരള പോലീസ് ഇന്ന് തലകുനിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കിയത് ചോദ്യം ചെയ്യാനെത്തിയ ഷൈമോളെ ഗർഭിണിയാണെന്ന് പോലും നോക്കാതെയാണ് അന്നത്തെ SHO പ്രതാപചന്ദ്രൻ ക്രൂരമായി മർദ്ദിച്ചത്. ഷൈമോളുടെ നെഞ്ചത്ത് കൈവച്ച് ആഞ്ഞു തള്ളുന്നതും മുഖത്തടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത് പുറത്തു വരാതിരിക്കാൻ ഒരു വർഷത്തിലേറെ കാലം പോലീസ് കാണിച്ച കസരത്തുകൾ ഒടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടലോടെ തകരുകയായിരുന്നു. സംഭവങ്ങളുടെ തുടക്കം പോലീസിന്റെ പകപോക്കലിൽ നിന്നായിരുന്നു. വഴിയിൽ വെച്ച് പോലീസ് മർദ്ദനം കണ്ട ഷൈമോളുടെ ഭർത്താവ് അത് തന്റെ മൊബൈൽ ഫോണിൽ പകർത്തി. ഇതിൽ കലിവുണ്ട പോലീസ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയും 5 ദിവസം കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കുകയും ചെയ്തു. ഭർത്താവിനെ തിരക്കി കൊച്ചുകുട്ടികളുമായി സ്റ്റേഷനിലെത്തിയ ഷൈമോൾ കണ്ടത് അവിടെ വെച്ചും പോലീസ് തന്റെ ഭർത്താവിനെ മർദ്ദിക്കുന്നതാണ്. ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഗർഭിണിയായിരുന്ന ഷൈമോളിനെ SHO ക്രൂരമായി ആക്രമിച്ചത്. കരഞ്ഞ് നിലവിളിച്ച് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥൻ നെഞ്ചത്ത് പിടിച്ച് തള്ളി മുഖത്തടിക്കുകയായിരുന്നു. ഭർത്താവിന്റെ തലയ്ക്കും അടിച്ചു. തുടർന്ന് ആശുപത്രിയിൽ പോയി. എന്നാൽ തനിക്കെതിരെ പോലീസ് കള്ളക്കേസിട്ടു. സ്റ്റേഷനിലെ ബഹളത്തിൽ ഭയചകിതരായ കുഞ്ഞുങ്ങൾ ദിവസങ്ങളോളം ഉറങ്ങിയില്ല. തുടർന്നാണ് നിയമത്തിന്റെ വഴിയിലൂടെ നീതി തേടി ഷൈമോൾ ഇറങ്ങിയത്. പാവപ്പെട്ട ഒരു കുടുംബത്തെ ഇല്ലാതാക്കാൻ പോലീസ് പിന്നീട് ചമച്ച തിരക്കഥകൾ ഞെട്ടിക്കുന്നതാണ്. ഷൈമോൾ സ്റ്റേഷൻ ആക്രമിച്ചു എന്നും CA മാന്തി പരിക്കേൽപ്പിച്ചു എന്നും ആരോപിച്ച് കുടുംബത്തിനെതിരെ പോലീസ് കള്ളക്കേസുകളെടുത്തു. തന്റെ കുഞ്ഞുങ്ങൾ നോക്കി നിൽക്കെ മർദ്ദനമേറ്റ ആ അമ്മയ്ക്ക് നീതി കിട്ടാൻ പിന്നെ അലയേണ്ടി വന്നത് കോടതി വരാന്തകളായിരുന്നു. ഷൈമോൾ പറഞ്ഞതുപോലെ 2024 ജൂൺ 20 ആ കറുത്ത സത്യങ്ങൾ ഇന്ന് ലോകത്തിന് മുന്നിലുണ്ട്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സർക്കാരിനും പോലീസിനും മുഖം രക്ഷിക്കാൻ വഴിയില്ലാതെയായി. ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് DGPക്ക് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിലവിൽ അരൂർ SHO ആയ പ്രതാപചന്ദ്രനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ഇയാൾ നേരത്തെയും ഓൺലൈൻ ഡെലിവറി ജീവനക്കാരനെ മർദ്ദിച്ചതുൾപ്പെടെയുള്ള നിരവധി പരാതികളിൽ ഉൾപ്പെട്ട ആളാണ്. പോലീസിന് യൂണിഫോം ഇട്ട് എന്തുമാകാമെന്ന് കരുതി ഒരു ഉദ്യോഗസ്ഥന്റെ ഗുണ്ടായസത്തിന് ഒരു സാധാരണ വീട്ടമ്മ നൽകിയ മറുപടിയാണിത്. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. മർദ്ദനത്തിന് കർശന നടപടി എടുക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അന്വേഷണ പുരോഗതി കൃത്യമായി അറിയിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്.